കല്യാണം കഴിയുന്നതോടെ ഗിരിയും സുമിതയും ശരിക്കും ലോക്കാവും. നമ്മളെല്ലാ അർത്ഥത്തിലും സേഫ് ആവുകയും ചെയ്യും. എന്തായാലും അവൾക്ക് ഒളിവിൽ പോകാനും അതിനൊത്താശ ചെയ്തു കൊടുക്കാൻ നമ്മുടെ സനുവിന് തോന്നിയതും എല്ലാം ഒരു നിമിത്തായി. ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിൽക്കാതെ വേറെ വഴിക്ക് പോയേനെ. ആർക്കും ഒരു സംശയവും തോന്നാതെ ഈ കല്യാണം നടത്തിയെടുക്കുക എന്നുള്ളതാ ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു കടമ്പ. ഇത്രയൊക്കെ കേട്ടിട്ടും നീ എന്താണ് ഇഞ്ചി കടിച്ച പോലെ ഇരിക്കുന്നത്? പറഞ്ഞതുപോലെ ഏട്ടൻ എന്താ ഒരു സന്തോഷമില്ലാത്തത്? കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ നമ്മുടെ വഴിക്കായില്ലേ? പിന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണല്ലോ ഇന്ന് നടക്കുന്നല്ലേ. ആ മാരണത്തിന് എന്റെ തലയിൽ കെട്ടിവെച്ച് നിങ്ങൾക്കെല്ലാം സേഫ് ആവാം. ജീവിതകാലം മുഴുവൻ അവളെ സഹിക്കേണ്ടത് ഞാനല്ലേ? ഈ കല്യാണത്തോടെ എന്റെ ജീവിതമാണ് നശിച്ച് നാരായണക്കല്ലെടുക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാം അതെന്താ ഓർക്കാത്തത്? ഗിരിയേട്ടന്റെയും SS ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പേരും പറഞ്ഞ് ഏതെങ്കിലും പണച്ചാക്കന്റെ മോളയും കെട്ടി ഒരു ജോലിയും ചെയ്യാതെ സ്വസ്ഥമായിട്ട് ജീവിക്കേണ്ട ആളാ ഞാൻ. ഇതിപ്പോ 10 കാശിന് വകയില്ലാത്ത അവളെ കെട്ടിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? നിനക്ക് നിന്റെ ഭാവി ജീവിതത്തെ കുറിച്ച് അത്രയ്ക്ക് വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലേ നീ സൂക്ഷിച്ച് ജീവിക്കണമായിരുന്നു. അല്ലാതെ അവൾക്ക് കൊച്ചിനെ ഉണ്ടാക്കി കൊടുക്കാൻ പോരുതായിരുന്നു. ഇത് അതിന്റെ ശിക്ഷയാണെന്ന് തന്നെ കൂട്ടിക്കോ. എന്തായാലും അതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കയറി നാറുന്നതിനേക്കാളും ഭേദം ഇത് തന്നെയാ നിതീഷേ. ഏട്ടന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് വന്നുപോയ എല്ലാ ഗേൾ ഫ്രണ്ട്സിന്റെയും കൂട്ടത്തിലാണ് ഏട്ടൻ നന്ദിതയും കൂട്ടിയത്. അവിടെയാണ് നിതീഷ് ഏട്ടന് തെറ്റിയത്. അവളാള് വിളഞ്ഞ വിത്ത. പണ്ട് മുതലേ ഇവിടുത്തെ മരുമോളായി വാഴുക എന്നത് അവൾ മനസ്സിൽ കുറിച്ചിട്ട സ്വപ്ന. ഈ ഗർഭം പോലും ഏട്ടനെ ട്രാപ്പിലാക്കാൻ വേണ്ടി അവള് പ്ലാൻ ചെയ്ത സംഗതിയല്ലെന്ന് ആര് കണ്ടു? എന്തായാലും ഇപ്രാവശ്യം നിതീഷേട്ടൻ പോയി ചാടിക്കൊടുത്തത് വല്ലാത്തൊരു പടുകുഴിയിലായി പോയി. ഇത്തിരി സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ഗതി വരില്ലായിരുന്നു. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ കുറ്റവിചാരണ ചെയ്യാതെ. സ്വന്തം ഭാഗത്തെ തെറ്റ് ഇപ്പോഴെങ്കിലും നിനക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ. അതിന്ന് തടി കേടാവാതെ രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഞങ്ങൾ നോക്കുന്നേ. എന്തോ ഭാഗ്യത്തിന് ഉർവശി ശാപം ഉപകാരം എന്ന പോലെ നമുക്ക് വന്നു. പേരിനൊരു ഭാര്യയായി അവളെ ജീവിതത്തിൽ വാഴിച്ച് ഈ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നതാണോ നല്ലത്? അതോ ഒരു പെണ്ണിനെ ചതിച്ച് ഗർഭിണിയാക്കിയതിന്റെ പേരിൽ ഇനിയുള്ള കാലം ജയിലിൽ പോയി കഴിയുന്നതാണോ നല്ലത്? അതുമാത്രം നീ ഒന്ന് ആലോചിച്ചാ മതി നിതീഷേ. മോനെ, നിന്റെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. നമ്മുടെ മുമ്പിൽ ഇതല്ലാതെ വേറെ വഴിയില്ല, അതുകൊണ്ടാ. ഇത്തിരി ത്യാഗം സഹിച്ചിട്ടായാലും ശരി, ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ നമുക്ക് ഈ കല്യാണം നടത്തണം. അവളോടുള്ള വെറുപ്പും വൈരാഗ്യവും ഒക്കെ തൽക്കാലം ഒന്ന് മാറ്റിവെച്ച് നീ ഒന്ന് അറിഞ്ഞ് അഭിനയിച്ചേ പറ്റൂ മോനെ. അല്ലാതെ നിന്റെ ഉള്ളിലെ സങ്കടവും വെറുപ്പും ഒക്കെ നീ വെളിയിൽ കാണിച്ച നന്ദിതയ്ക്കും അവളുടെ വീട്ടുകാർക്കും അത് വലിയ സംശയമാവും. അവര് ചിലപ്പോ ഈ കല്യാണത്തിൽ നിന്ന് തന്നെ പിന്മാറിയെന്ന് വരും. എങ്ങാനും ഈ കല്യാണം മുടങ്ങിയ അതിന്റെ നഷ്ടം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ നമ്മളെ മാത്രമായിരിക്കും. അതിന് നീ ഇട കൊടുക്കരുത്. അങ്ങനെ വന്നാ നമ്മൾ ഈ അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ വെറുതെയാവും. ഗിരിയും സുമിതയും കയ്യിൽ കെട്ടിയ തെളിവുകളെല്ലാം ഉപയോഗിച്ച് നമുക്കെതിരെ ആഞ്ഞടിക്കും. തോറ്റ് തകർന്നു വീഴല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ വഴിയുണ്ടാവില്ല. ഇക്കണ്ട സ്വത്തും ജീവിത സൗഭാഗ്യങ്ങളും ഒന്നും നമുക്കങ്ങനെ കൈവിട്ട് കളയാൻ പറ്റുന്നല്ലോ മോനെ. അതൊക്കെ കൈവിട്ട് കളഞ്ഞ് പഴയ ദാരിദ്ര്യത്തിലേക്ക് തിരിച്ചു പോകാനാണെങ്കിൽ നമ്മൾ എന്തിനാ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്? പിന്നെ ഗിരിയായിട്ട് കളഞ്ഞ കമ്പനിയിൽ നിന്റെ സ്ഥാനം, അത് നമുക്ക് തിരികെ പിടിക്കണം. ഭാവിയിൽ ഇന്ന് ഗിരി ഇരിക്കുന്ന ചെയർമാൻ കസേരയിൽ നീ ഇരിക്കുന്നത് എനിക്ക് കാണണം. അതിനെല്ലാം നമ്മുടെ മുമ്പിൽ ഈ ഒരു കല്യാണം അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല നിതീഷേ.
എന്താ ചെയ്യേണ്ടെന്ന് സത്യമായിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സ്നേഹ. സത്യം പറഞ്ഞാലും പറയാതെ മറച്ചു വെച്ചാലും എനിക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഒരാളുടെ അടുത്ത് ഞാൻ ചെയ്യുന്നത് തെറ്റ് തന്നെയായിരിക്കും. നിതീഷും അമ്മയും കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത് നന്ദുവിനോടുള്ള ആത്മാർത്ഥം കൊണ്ടൊന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കല്യാണം നടന്ന അവരൊരിക്കലും ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരില്ല. ഇനി അഥവാ ഇറങ്ങേണ്ടി വന്ന നന്ദുവിനെ അവരതോടെ കൈവിടും. അതും അറിയും. നന്ദുവിനെ അങ്ങ് കൂടെ നിർത്തിയാലേ ചെയ്തു പോയ അപരാധങ്ങളൊക്കെ ഗിരി അങ്ങ് മറക്കുമെന്നും അവർക്ക് മാപ്പ് കൊടുക്കുമെന്ന് അവർക്കങ്ങ് തോന്നിയിട്ടുണ്ടാവും. സത്യം പറഞ്ഞ അനുരാധാന്റെയും നിതീഷും നേരത്തെ ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് നേരെ ഗിരിയുടെ കാലിൽ തൊട്ട് സാഷ്ടാംഗ മാപ്പ് പറയുന്ന കാര്യം. അവരിനി എന്ത് ചെയ്തെന്ന് നീ പറഞ്ഞാലും ഗിരി അവർക്ക് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല. ഗിരിയുടെ മനസ്സെനിക്കറിയാം. സ്വന്തം അച്ഛനെ ഇല്ലാണ്ടാക്കാൻ കൂട്ടുനിന്ന അനുരാധാമ്മയെ ശിക്ഷിക്കാൻ ഗിരിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം കൂടി ഉണ്ടാവില്ല. സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായി. അനുരാധാന്റെ കുറിച്ചുള്ള സത്യങ്ങള് ഗിരിയോട് നീ പറയുന്ന നിമിഷം നന്ദുവിന്റെ കല്യാണം മുടങ്ങും. പറയാതിരുന്ന അത് നീ ഗിരിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ നെറികേടായിരിക്കും. അത് തന്നെ എന്റെ ടെൻഷൻ. ഇത്രയും കാലം കഷ്ടപ്പെട്ട് അന്വേഷിച്ചൊടുവില് ആ സ്ത്രീക്കെതിരെയുള്ള എല്ലാ തെളിവുകളും കയ്യിൽ കിട്ടിയതായിരുന്നു. അതിങ്ങനെ ഒരു സാഹചര്യത്തിലായി പോയല്ലോ ദൈവമേ. സാധാരണ പോലെ തീരുമാനിച്ചൊരു കല്യാണമായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ വേണ്ടാന്ന് വെക്കാനായിട്ട് എന്റെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞേനെ. നന്ദുവിന് ചേർന്ന ബന്ധങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഇഷ്ടം പോലെ വരുമെന്ന് ഞങ്ങൾ കരുതിയേനെ. ഇതിപ്പോ അതും വയ്യല്ലോ. ഏതായാലും ആ ഡയറിയിൽ നിന്ന് നിനക്ക് കിട്ടിയ രേഖകൾ നീ ഗിരിയോട് പറയാതിരിക്കുന്നത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ സത്യങ്ങളെല്ലാം നീ ഗിരിയോട് തുറന്നു പറഞ്ഞ ശേഷം നിന്റെ അനിയത്തെ ഓർത്ത് നിതീഷിനോടും അവന്റെ അമ്മയോടും ക്ഷമിക്കാൻ നീ ഗിരിയോട് അപേക്ഷിക്കണം. അതൊന്നും നടക്കുന്ന കാര്യമില്ല സ്നേഹ. ആ ഡയറിയിലെ സത്യങ്ങള് ഗിരി അറിയുന്ന നിമിഷേ എന്റെ നന്ദുവിന്റെ ജീവിതം തകരും. അത് ഞാൻ കണ്ടു നിൽക്കേണ്ടി വരും. അതിന് ഞാനായിരിക്കും കാരണം എന്നുള്ള തിരിച്ചറിവ് ഈ ജീവിതകാലം മുഴുവൻ എന്നെ പൊള്ളിച്ചോണ്ടേയിരിക്കും. അവളോട് മാത്രമല്ല എന്റെ കുടുംബത്തിനോടും കൂടി ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായി പോവത്. എല്ലാം പോട്ടെന്ന് വെച്ച് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടന്നാൽ തന്നെ നന്ദുവിന്റെ ജീവിതം നന്നാവുന്ന് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലല്ലോ. എന്റെ അഭിപ്രായത്തിൽ നീ ഒട്ടും വൈകാതെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് വീട്ടുകാരെ വിലക്കണം. അതാണ് ഏറ്റവും നല്ല കാര്യം. വൈകുന്തോറും എന്നെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും സ്നേഹ? എന്റെ വീട്ടിലെല്ലാവരും ഒരുപാട് സന്തോഷത്തിലാ. കല്യാണത്തിന് വേണ്ട കൊണ്ടുപിടിച്ച തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുക അവിടെ. അവരോട് ഞാനിതെങ്ങനെ പറയും? എല്ലാവരോടുമായിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മളെല്ലാം ഒരുപാട് ഭയപ്പെട്ടെങ്കിലും ഒരു പോറല് പോലും ഏൽക്കാതെ നന്ദിത് തിരികെ വന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. എന്ന് വെച്ച് പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ലല്ലോ. അല്ല, പറയുമ്പോ സത്യസന്ധമായിട്ട് തന്നെ പറയണമല്ലോ. ഈ വിഷയത്തിൽ ഞാൻ ഒരിക്കലും നന്ദിതയെ കുറ്റപ്പെടുത്തില്ല. എന്റെ മോനാണെന്ന് വെച്ച് നിതീഷിനെ ന്യായീകരിക്കാനും പോകുന്നില്ല. ഞാനിത് പറയുന്നതിന്റെ പേരിൽ നീ എന്നോട് പിണങ്ങിയാലും കുഴപ്പമില്ല. പക്ഷെ പറയാനുള്ളത് ഞാൻ പറയും. നീ അവളോട് കാണിച്ചതേ ശുദ്ധ തെമ്മാടിത്തരം തന്നെയാ. അതിൽ ഒരു സംശയവുമില്ല. ഒരു പെങ്കൊച്ചിന്റെ ജീവിതം വെച്ചാ നീ കളിച്ചത്. നിനക്കും ഇല്ലടാ പെങ്ങന്മാര്? അതുപോലെ നീ ഓർത്തില്ലല്ലോ. അല്ല അനുരാധേ, ഇത്രയും നാളില്ലാതെ നീ എന്താ പെട്ടെന്ന് ഇവനിപ്പൊ കുറ്റപ്പെടുത്തുന്നത്? അല്ല, അതമ്മേ, ഇത്രയും നാൾ കുറ്റപ്പെടുത്തിയാലും അതിനൊരു പരിഹാരം കാണാൻ നമുക്ക് കഴിയുമായിരുന്നില്ലല്ലോ. നന്ദിത എവിടെയാ എങ്ങനെയാ എന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നല്ലോ. എന്റെ മുൻ നന്ദിതയോട് കാണിച്ചത് മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാ. ആരും ഒരിക്കലും ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്തതാ. ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളല്ലേ അവര്.
സുമിതയുടെ കുടുംബത്തിന് അങ്ങനെ ഒരു അപമാനം ഉണ്ടായ അത് ഏറ്റവും കൂടുതൽ മോശമായിട്ട് ബാധിക്കുന്നത് നമ്മുടെ ഗിരിയല്ലേ. അതുപോലും ഈ സാമദ്രോഹി ചിന്തിച്ചില്ല. ശരി, അതൊക്കെ സമ്മതിച്ചു. അതിനിപ്പോ നീ എന്താ ചെയ്യാൻ പോണത്? ആ കുട്ടിയോട് ഇവൻ കാണിച്ചതിന് പ്രായശ്ചിത്തം ചെയ്യണോ അമ്മേ? അത് നമ്മുടെ കടമയാ. അല്ലാതെ ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കുണ്ട് 2 പെൺമക്കള്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ആ പെൺകൊച്ചിന്റെ ശാപം ഈ കുടുംബത്തിന് മേൽ വന്നു വീഴാതിരിക്കാൻ വേറെ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുമില്ല. എന്ത് തീരുമാനം? അത് വേറൊന്നുമല്ല ഗിരിമോനെ. നിതീഷിന്റെയും നന്ദിതയുടെയും കല്യാണം നടത്തണം, അത്രേ ഉള്ളൂ. ഇവനെ ഞാൻ പറയേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവന് സമ്മതോ? ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ ഇപ്പോ ഏട്ടന് ചെറിയ കുറ്റബോധമൊക്കെ ഉണ്ട് അച്ഛമ്മേ. ഒരിക്കലും നന്ദിതയെ ചതിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഞാനിത് ചെയ്തത്. പറ്റിപ്പോയതാണ്. ഞാൻ ചെയ്ത തെറ്റിതിരുത്താൻ അമ്മ എന്നോട് ഒരുപാട് നിർബന്ധിച്ചു, ഉപദേശിച്ചു. ആ തെറ്റ് തിരുത്തിയാ കൊള്ളാന്ന് എനിക്കുണ്ട്. അല്ല, ഗിരിമോൻ ഇക്കാര്യത്തില് അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. ഇവനീ പറഞ്ഞതൊക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെ. നല്ല തീരുമാനം. ഒരു തെറ്റു പറ്റിയാൽ അത് തിരുത്താൻ തോന്നുന്നത് നല്ല കാര്യം തന്നെയാ. നമ്മൾ എന്തിനാ വെറുതെ ആ കൊച്ചിന്റെയും ആ കുടുംബത്തിന്റെയും പ്രാക്ക് വാങ്ങി കെട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഒട്ടും വച്ച് താമസിപ്പിക്കാതെ കല്യാണം നടത്തണമെന്ന എന്റെ അഭിപ്രായം. ഏതായാലും ഒരു മംഗളകാരിയല്ലേ. ഒരു ജോത്സ്യനെ വിളിച്ച് നല്ല നേരം നോക്കാതെ എങ്ങനെയാ മോനെ? അല്ല തക്കുടു? അതാവാം. ആ, പക്ഷേ അതിനു മുമ്പ് അവരുടെ വീട്ടുകാരോട് കൂടി. അവർക്ക് സന്തോഷമോ മോനെ? എന്നായിക്കോട്ടെ, നല്ല കാര്യം. പക്ഷെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഒരുപാട് ആർഭാടമായിട്ടൊന്നും വേണ്ടെന്ന എന്റെ അഭിപ്രായം. സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് ഒരു താലികെട്ട്, അത് മതി. അടുത്ത ബന്ധുക്കളെ മാത്രം ക്ഷണിച്ചാ മതി അമ്മേ. അത്രേ ഞാനും ഉദ്ദേശിച്ചുള്ളൂ. നമ്മള് 2 കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്. അതാ നല്ലത്. അതിന്റെ ആവശ്യമുള്ളൂ. എന്നാ പിന്നെ ഇനി താമസിപ്പിക്കണ്ട. എത്രയും പെട്ടെന്നേ ഒരു നാള് കുറിച്ച് കല്യാണം നടത്താൻ നോക്ക്. അങ്ങനെയാണെങ്കിലും ചീത്തപ്പേര് ഒഴിവാക്കാലോ. രണ്ടു ദിവസമായിട്ട് ഒരു വിളിയും പറച്ചിലും ഒന്നും ഇല്ലല്ലോ. അമ്മയ്ക്കും എന്നെ വിളിക്കാലോ. അങ്ങനെ ചോദിക്ക് ഗിരിയേട്ടാ. എപ്പോ നോക്കിയാലും ഗിരി വിളിച്ചില്ല, ഗിരി വിളിച്ചില്ല, ഗിരി എന്താ വരാത്തെ, ഇങ്ങനെയുള്ള പരാതി അമ്മയ്ക്ക്. എന്താ അമ്മേ? ഒത്തിരി തിരക്കുള്ള ആളല്ലേ എന്റെ മോൻ. അത് അമ്മയ്ക്ക് അറിയുന്നോണ്ടാ അമ്മ ശല്യപ്പെടുത്താത്തത്. ഇതേ അമ്മ തന്നെയല്ലേ നല്ല കാലത്തൊന്നും എനിക്ക് എന്റെ മോനെ കാണാനോ ലാളിക്കാനോ ഒന്നും പറ്റുന്നില്ല എന്ന് പരാതി പറഞ്ഞത്. ആ, അതൊക്കെ സത്യം തന്നെയാ. ഇക്കണ്ട കാലം അത്രയും എനിക്ക് ഇവനോട് സംസാരിക്കാനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ടില്ല. ഓ, അപ്പോഴേക്കും മഹാലക്ഷ്മിക്കുട്ടിയുടെ കണ്ണങ്ങ് നിറഞ്ഞല്ലോ. അന്നത്തെ ആ കടമൊക്കെ സ്നേഹിച്ചു തീർക്കാൻ ഇപ്പൊ ഗിരിയേട്ടനെ അമ്മയ്ക്ക് ഇഷ്ടം പോലെ കിട്ടിയല്ലോ. ഇനി എന്തിനാ സങ്കടം? ആ, എന്തിഷ്ടം പോലെ? വല്ലപ്പോഴും വന്നു പോകുന്നാണോ? തൃപ്തിയായിട്ട് ഒരു ദിവസമെങ്കിലും എന്റെ മോനെ എനിക്ക് മുഴുവനായിട്ട് കിട്ടുന്നില്ലല്ലോ. അമ്മേ, ഓഫീസിൽ നല്ല തിരക്കല്ലേ, അതുകൊണ്ടാ അമ്മേ. ബിസിനസ്സുകാരുടെ ടെൻഷൻ എന്താണെന്ന് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു കാര്യത്തിലേ നീയും നിന്റെ അച്ഛനെ പോലെ തന്നെയാ. അനുരാധയുടെ സാമർത്ഥ്യത്തിൽ നിന്റെ അച്ഛന്റെ മനസ്സ് വഴുതിപ്പോയി.
അവൾ അദ്ദേഹത്തെ നന്നായിട്ട് നോക്കിയിരുന്നെങ്കിലും ഞാൻ ഇത്രയും സങ്കടപ്പെടില്ലായിരുന്നു. പക്ഷേ എന്റെ അച്ഛനോട് പൊറുക്കാനാവാത്ത തെറ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ടാവും അമ്മേ. ഞാൻ ഡോക്ടർ ഹാഷിം ഹുസൈനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആരാ അത്? അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അച്ഛനെ അവരെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങി കൊണ്ടുപോയ ശേഷം വീട്ടിൽ വെച്ച് ചികിത്സ നടത്തിയ ഡോക്ടർ. എന്നിട്ട് ആ ഡയറിയിൽ എന്തായിരുന്നു ഗിരിയേട്ടാ? അതിൽ അച്ഛന്റെ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും എന്നാ തോന്നുന്നത്. കൂടാതെ അത് ഡോക്ടർ ഹാഷിമിന്റെ പേഴ്സണൽ ഡയറി കൂടിയാണ്. അത് ഒരുപാടുണ്ട് മോളെ. അത് മുഴുവൻ വായിച്ച് അച്ഛനെ പറ്റി എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പറയാൻ ഞാൻ ആ ഡയറി സുമിതയെ ഏൽപ്പിച്ചിരിക്കുക. അച്ഛന്റെ മരണത്തിന്റെ എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ ആ ഡയറി സഹായിക്കും തന്നെ എന്റെ പ്രതീക്ഷ. സത്യത്തെ അങ്ങനെ ഒരുപാട് കാലം മൂടി വെക്കാൻ പറ്റില്ല മോനെ. അത് മേഘത്തിന് പിന്നിൽ മറിഞ്ഞ സൂര്യനെ പോലെയാ. മറ നീക്കി അത് പുറത്തു വരിക തന്നെ ചെയ്യും. എല്ലാം കലങ്ങി തെളിയാൻ പോവാമേ. ഒട്ടും വൈകാതെ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നടക്കാൻ പോവുക. ഇനി ഒരുപാട് കാലം അമ്മയ്ക്ക് ഈ വീട്ടിൽ കഴിയേണ്ടി വരില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി സുഖമായി ജീവിക്കാം. സന്തോഷമായില്ലേ? അച്ഛാ, ആ സുമി മോളോ? ഇന്നലെ സുമി. നന്ദു എവിടെ അച്ഛാ? ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ദേ അവള് കുളിക്ക്. അമ്മേ, നീ അവിടെ ഇരിക്കേ. നഷ്ടപ്പെട്ട സന്തോഷം മുഴുവൻ ഇരട്ടിക്കിരട്ടിയായി ഈ വീട്ടിലിങ്ങനെ തിരിച്ചു വന്ന് കേറുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല മോളെ. സത്യം, എല്ലാം ഒറ്റ രാത്രി കൊണ്ടല്ലേ കലങ്ങി തെളിഞ്ഞത്. കേട്ടോ മോളെ, ഇന്നലെ അനുരാധ ഇവിടെ വന്ന് കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് പോയ നിമിഷം മുതൽ നിന്റെ അമ്മ നിലത്തൊന്നുമല്ല. സന്തോഷിക്കാൻ കാരണമുണ്ടെന്ന് കൂട്ടിക്കോ. എന്റെ മൂത്ത മോളെ കെട്ടിച്ചു വിട്ട അതേ വീട്ടിലേക്ക് തന്നെയാ ഇളയതിനെ കെട്ടിച്ചു വിടാൻ പോകുന്നത്. അതിനേക്കാളും നല്ലൊരു ബന്ധം നന്ദുവിന് വേറെ കിട്ടാനുണ്ടോ? എന്നാലും എങ്ങനെയൊക്കെയാ ഓരോ മനുഷ്യർ നമ്മളെ ഞെട്ടിച്ചു കളയുന്നത്. അനുരാധയ്ക്ക് ഇങ്ങനെ ഒരു നല്ല മുഖമുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും ഇന്ന് വരെ കരുതിയിട്ടുണ്ടോ? ഓരോ സാഹചര്യം വരുമ്പോഴല്ലേ ചന്ദ്രേട്ടാ ഓരോ മനുഷ്യരെ നമ്മൾ അടുത്തറിയുന്നത്. അനുരാധയുടെ നല്ല മനസ്സ് കാണാൻ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വേണ്ടി വന്നു. നിനക്കറിയാലോ സുമിമോളെ, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ വീട് ഒരു മരണ വീട് പോലെ ആയിരുന്നു. ഒരുപക്ഷെ നന്ദു തിരിച്ചു വന്നാലും ഈ കുടുംബത്തെ പൊതിഞ്ഞ ഐശ്വര്യക്കേടും സങ്കടവും ഒരിക്കലും മാറാതെ നിൽക്കുമായിരുന്നു. ഇതിപ്പോ ഒരു പോറലും ഏൽക്കാതെ നന്ദുവിനെ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ? അതും പോരാഞ്ഞ് അതിനേക്കാൾ വലിയൊരു സന്തോഷ വാർത്തയുമായിട്ടല്ലേ അനുരാധ ഇങ്ങോട്ട് കയറി വന്നത്. അതൊക്കെ പോട്ടെ. അവിടെ ഗിരിയുടെ അമ്മ കല്യാണത്തെക്കുറിച്ച് നിന്നോട് വല്ലതും സൂചിപ്പിച്ചിരുന്നോ? അത് പിന്നെ എന്നോട് അങ്ങനെയൊന്നും. എന്തായാലും ഇങ്ങനൊരു സാഹചര്യത്തില് ആർഭാടമായ ഒരു കല്യാണത്തിനൊന്നും അവര് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചടങ്ങിന് ഒരു താലികെട്ട്, അതും അമ്പലത്തിൽ വെച്ച്, അത് മാത്രം മതിയാവും. ധാരാളം മതി. ചടങ്ങുകൾ എത്ര ലളിതമാക്കുന്നോ അത്രയും നല്ലത്. നന്ദുവിന്റെ കല്യാണം സത്യത്തിന് ചന്ദ്രേട്ടന് ലോട്ടറിയാ. സുമിയുടെ കല്യാണം നടത്തിയതുപോലെ ഇല്ലാത്ത കാശ് കണ്ടെത്തി ആർഭാടമായി നടത്തേണ്ടി വന്നില്ലല്ലോ. അങ്ങനെ നീ എന്നെ കളിയാക്കൊന്നും വേണ്ട. എന്റെ 2 പെൺമക്കളുടെ കല്യാണത്തിനും ഒരു കുറവും വരുത്തരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സുമിതയുടെ കാര്യത്തില് അത് മനസ്സ് നിറഞ്ഞു തന്നെയാണ് നടത്തിയത്. ഇതിപ്പിങ്ങനെ ആയിപ്പോയില്ലേ? ഇനി അതല്ല, ഇത്തിരി ആർഭാടം വേണം എന്നവര് പറഞ്ഞാൽ അങ്ങനെ നടത്താനും ഞാൻ തയ്യാറാണ്. നന്ദുവേ, കുളിയൊക്കെ കഴിഞ്ഞു കാണും. ഞാൻ അങ്ങ് ചെന്നിട്ട് അവളെ ഒന്ന് കാണട്ടെ. അവളെ കാണാനായിട്ട് കൊതിയായിട്ട് വയ്യ. 「
നന്ദു ചേച്ചി നീ ഞങ്ങളെല്ലാവരും പേടിപ്പിച്ചു കളഞ്ഞല്ലോ മോളെ. ഇത്തിരി സങ്കടപ്പെട്ടെങ്കിലും ഒടുവിൽ കാര്യങ്ങളൊക്കെ വലിയ സന്തോഷത്തിലെത്തിയില്ലേ ചേച്ചി. നിതീഷേട്ടൻ എന്നെ അങ്ങനെ കൈവിട്ട് കളയില്ലെന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു ചേച്ചി. എല്ലാം നല്ല വഴിക്കാവാൻ കാരണം സത്യം പറഞ്ഞ നിതീഷേട്ടന്റെ അമ്മയാണ്. മകൻ ചെയ്ത തെറ്റ് അക്ഷരാർത്ഥത്തിൽ തിരുത്തിയ അമ്മയാണ് അവര്. അങ്ങനെ ഒരു അമ്മയെ ശരിക്കും പൂവിട്ട് പൂജിക്കാൻ വേണ്ടത് അല്ലേ സുമേച്ചി?